ചിറ്റപ്പാ ഞാൻ സ്റ്റഡിയാണല്ലോ അല്ലേ? 4-5 പെഗല്ലേ അടിച്ചുള്ളൂ, കുഴപ്പമില്ല. ആരാ നിങ്ങള്? അല്ലേട്ടാ, ഗോകുൽരാജിന്റെ വീട് ഇതല്ലേ? വേറെ ഗോകുൽരാജ് ഒന്നും ഈ പ്രദേശത്തില്ലല്ലോ. ഇവിടെ ഒരുപാട് രാജുമാരുണ്ടാവും, ഗോകുൽരാജ് ഒന്നേ ഉള്ളൂ. അതാ ഞങ്ങളുടെ സാർ. ഞങ്ങള് കുറച്ച് ദൂരേന്ന് വരിക. ഇവിടെ അടുത്തൊരു പെണ്ണ് കാണാൻ വേണ്ടി വന്നാ. അപ്പോഴാ പെണ്ണ് ഇങ്ങോട്ട് വന്നിരിക്കാന്ന് പറഞ്ഞു. ഒന്ന് വിളിച്ചാ കണ്ടിട്ടങ്ങ് പോവായിരുന്നു. അഭ്യാസം ഇറക്കുവാ? വേണ്ട, പോ. ചേട്ടാ, ഇപ്പൊ ശരിക്കും പ്രോബ്ലം എന്താണെന്നറിയോ? അവളെ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്നെ തല്ലും. കാണാതെ വീട്ടിലേക്ക് എന്ന അച്ഛൻ എന്നെ എന്താ ചെയ്യാന്നറിയോ? എന്ത് ചെയ്യോടാ? ഫസ്റ്റ് തന്നെ ഇതുപോലൊന്നും എനിക്ക് തരുമോ അച്ഛൻ? ഡായ കണ്ടവരൊക്കെ കേറി ഡാന്ന് വിളിക്കുന്നു. നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം, ഇരുന്ന് കാണാമല്ലോ. കത്തി തള്ള എന്റെ നേരെ കത്തി വാങ്ങുന്നോടാ. ഈ കിടപ്പ് വേണ്ട പെറ്റ തള്ള സഹിക്കോടാ. പാടില്ല ചേട്ടാ, വെപ്പൺസ് കൊണ്ട് കളിക്കരുത്. എന്തൊരു ലിങ്കാണെന്ന് കേട്ടില്ലേടാ? തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും വരാനുണ്ട്. നിന്റെ തന്തയുടെ നേരെ നീ ഇങ്ങനെ കത്തിയും ചുറ്റുകയും കോപ്പൊക്കെ കൊല്ലുന്നോ? തട്ടുകടയിൽ പൊറോട്ട ചപ്പാത്തിയും ഓംപ്ലേറ്റൊക്കെ വാങ്ങി തരുന്ന പോലെ സിമ്പിളായിട്ട് കൊല്ലുന്നോ? അയ്യോ, എന്തൊരു വെറൈറ്റി അടികളാണ് ഇത്. ഇതൊന്നും അല്ല വരാൻ പോകുന്നേ. ദൂരെ നിന്ന് പെണ്ണ് കാണാൻ വന്നിട്ട് പെണ്ണിനെ കാണിക്കില്ല 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 എന്ന് പറഞ്ഞ കാണാതെ കേടാ പോകുന്നത്. പിന്നെ മുതലാ കിട്ടിയതൊന്നും നിനക്ക് മതിയായില്ലടാ, മതിയായില്ലടാ, മതിയായില്ലേ? സാറാ ഡാന്ന് വിളിച്ചിട്ട് സാറായതെങ്ങനെയാടാ? സാറായതെങ്ങനെയാടാ? ഞാൻ നിന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ സാറാവൻ? പറയടാ, ഇനി സാറേന്ന് വിളിക്കോടാ, പറയടാ. ഇനി കുറച്ചുകൂടി കിട്ടിയാ നീ എന്നെ അച്ഛാന്ന് വിളിച്ചോണ്ട് കരയല്ലോടാ. തല്ല് കിട്ടുമ്പോ സാറ്, അച്ഛൻ, അമ്മാവൻ, അമ്മയുടെ ആങ്ങള, ഒരു അമ്മയെ കെട്ടി നായര്, അങ്ങനെ കളിക്കോടാ. ബാക്കിയുള്ളവരെയും കൂടി കണ്ടിട്ട് ഞാൻ വരുന്നുണ്ടാ. സാറേ 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 അങ്ങോട്ട് പോണ്ട സാറേ. എന്താടാ? അവിടെ പൊരിഞ്ഞ അടിയാ, വെറുതെ വാങ്ങി. അയ്യോ, ഗോകുൽരാജിന്റെ ആൾക്കാരെ തൊട്ടത് മനസ്സിലായടാ? ഗോകുൽരാജ് എവിടാ? ഗോകുൽരാജ് എവിടാ? ഗോകുൽരാജ് എവിടാ? ചേട്ടാ ചേട്ടനെ തിരക്കുന്നേ. സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ ഇടി മേടിക്കും. ചേട്ടൻ കക്കൂസിലിരിക്കുക. ഡേ, നിങ്ങളെല്ലാരും പോയി സൂപ്പറായി റെഡി ആയിട്ട് ആ പെണ്ണിനെ വിളിച്ചോണ്ട് വാ. പോ. അതെ, ഇതെന്റെ ആദ്യ പെണ്ണുകാണില്ല, അപ്പൊ അതിന്റേതായ രീതി തന്നെ വേണം, അല്ലെങ്കിൽ വെറുതെ ഇടി വാങ്ങിച്ചു കൂട്ടണ്ട. എടാ ഗോകുൽരാജ്, നിന്നെ തന്നെയാടാ മണ്ടങ്ങണാപ്പ. ഇങ്ങോട്ട് വാ. ഗോകുൽ എന്നിങ്ങനെ കയ്യിൽ എഴുതിയിട്ടാണോ എന്നോട് കള്ളം പറഞ്ഞത്? ഗ്രഹങ്ങള് ബാൻഡ് മാറുന്നതനുസരിച്ച് നമ്മുടെ ടൈമും ചേഞ്ച് ചെയ്യാറുണ്ടോ? അതിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടോ? യു മീൻ ബാൻഡ്? യാ. നോ ഐഡിയ. പോയി അവളെ വിളിച്ചോണ്ടോ, അപ്പൊ ഐഡിയ വരും. നിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, അത് കേട്ടിട്ട് ഇങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കാൻ എത്ര അഭിമാനം ഉണ്ടെന്നറിയോ? അടിച്ചാടിയാണെങ്കിലും പറഞ്ഞ ഡയലോഗ്സ് ആണെങ്കിലും നീ തകർത്ത് കളഞ്ഞില്ലടാ. ശരിക്കും നിന്നെ പോലെ ഒരു ഓൾറൗണ്ടർ വേറെ ആരുണ്ട് ഇവിടെ? സ്റ്റൈലിഷ് സ്റ്റാർ അല്ലേ? ഇതുവരെ ഉള്ളതെല്ലാം കറക്റ്റാ, ബാക്കൂടെ അടിച്ച് തകർത്തോ. ഈ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടില്ല, കൺഫേം. നോക്കിക്കോ.
ജാനു ശരിക്കും സുന്ദരിയാണ്. സത്യം പറഞ്ഞ ഒത്തിരി അങ്ങ് ഇഷ്ടമായി എനിക്ക്. ഓ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിന്റെ അച്ഛൻ JP, എന്റെ അച്ഛൻ UP, അതായത് ഉമാപതി. അവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ്. ഞാനും എന്റെ ഈ ചിറ്റപ്പനും ക്ലാസ്മേറ്റ്സ്. നിന്നെ കാണാൻ വേണ്ടി അല്ല, നീ കാണാൻ വേണ്ടി വിളിപ്പിച്ചത് തന്നെയാണ്. ജാനു, ഒരു ചെറിയ മാറ്റർ ഉണ്ട്. 1-2 മിനിറ്റിനുള്ളിൽ അതങ്ങ് സെറ്റിൽ ചെയ്തേക്കാം. പെണ്ണുങ്ങളില്ലാത്തൊരു പെണ്ണ് കാണൽ എന്ത്? പെണ്ണുങ്ങളില്ലെങ്കിൽ എന്താ? അമ്മോ, ഇത്രയും പ്രതീക്ഷയില്ല. ഇതിലെ മെയിൻ ആരാ? ഞാനാ മോനെ, മോളുടെ മമ്മി. ക്യാരക്ടറിൽ അത്ര ഇൻവോൾവ്മെന്റ് വേണ്ട. കൈയെടുക്ക. അമ്മായിച്ചനോടെ? ഞാനാണ് ഡാഡി ക്യാരക്ടർ. അമ്മാവാ, നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ചിറ്റപ്പ, ആ സ്ത്രീധനത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്ക്. ആ സ്ത്രീധനക്കാരി എങ്ങനെയാ? കിഡ്നാപ്പ് ചെയ്തതിന് സ്ത്രീധനം എന്തിനാ? അതൊന്നും ഇവിടെ നടക്കില്ല. ചിറ്റപ്പ, ഇനി ആദ്യം മുതൽ അച്ഛൻ ക്യാരക്ടറിനെ വെച്ച് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എങ്കിലും ശരിയാവും. ശരിവാ. ഹലോ, പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോണെന്ന് ഫ്രഷ് ആയിട്ട് കൊടുത്തേക്ക്. സ്ത്രീധനമൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ? ഇനി പെണ്ണിനെ കൊണ്ടുപോവാം. കല്യാണം കഴിയാതെ എങ്ങനെയാടാ പെണ്ണിനെ കൊണ്ടുപോകുന്നത്? ആഹാ, പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞല്ലോ. ഇനി പാണിഗ്രഹണമാണ്. ജാനു, എണീറ്റോ? 1 2 3 4 5 6 7 7 ചൂടടി നടന്നാൽ കല്യാണം കഴിഞ്ഞു എന്നല്ലേ? ഇനി അവളെ കൊണ്ടുപോകും. ഗോകുൽ രാജ് ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത വസ്തുക്കളുടേതാ, കൊടുത്തേക്ക്. ഇവൻ അങ്ങനെ ഒന്നും ബാക്കി വെച്ചേക്കില്ല. സർ, നാടിനാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് ആണുങ്ങളായിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. പെണ്ണുങ്ങളെ വെറുതെ ഇൻവോൾവ് ചെയ്യരുത്. പോരാത്തതിന് എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോളും. ഇവൾക്ക് എന്തെങ്കിലും പറ്റിയ സാറ് വിഷമിക്കും. സാറ് വിഷമിച്ച് എന്റെ അച്ഛന് ഫീലാവും. എന്റെ അച്ഛന് ഫീലായ എന്റെ കൺട്രോൾ പോകും സർ. സർ, റോഡിലെ പ്രശ്നങ്ങളിൽ പോലും ഞാൻ ഇടപെടും. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ചുമ്മാതിരിക്കോ? തീർച്ചയായിട്ടും ഇടപെടും. സാർ, ഞാൻ ചോദിക്കാൻ മറന്നു. ആദ്യം ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ ഗോകുൽരാജിന്റെ പുറകില് വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ ഉണ്ടെങ്കിൽ പറയണം സർ. ഇവിടെ 2 ദിവസം നിന്ന് പ്രോബ്ലം ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പോവാം. ദിവസവും 2 പ്രോബ്ലങ്ങളും ഡീൽ ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. പറയണം സർ. അങ്ങനെയൊന്നുമില്ല മോനെ. ഇങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം. എന്റെ മോളെ തിരിച്ചു കൊണ്ടുവന്നപ്പോ ആ പ്രോബ്ലം തീർന്നില്ലേ? താങ്ക്സ് മോനെ. ചിറ്റപ്പ, സർ, അച്ഛൻ ഫോൺ ചെയ്ത ഈ ബഹളത്തെ കുറിച്ചൊന്നും പറയരുത്. എന്നെ മോൾക്ക് ഇഷ്ടമായില്ല എന്ന് മാത്രമേ പറയാവൂ. ജാനു, ഈ ലൈഫ് ടൈമിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും ഞാൻ കൂടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? മിസ് യുടാ. ടേക്ക് കെയർ. ബൈ. സെൽഫിയാ? എല്ലാരും ഇല്ലേ? യു ആർ വെൽക്കം. നെക്സ്റ്റ് ടൈം ആവാം. നെക്സ്റ്റ് ടൈം. ഓ ഷുവർ ഷുവർ ഷുവർ. ബൈ ബൈ. താങ്ക് യു. എന്താ മോളെ? അച്ഛാ, എന്റെ കല്യാണം കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കണ്ടേ? എന്നെ നന്നായി സംരക്ഷിക്കുന്നവനായിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ രക്ഷിച്ച അവന് എല്ലാ നല്ല ക്വാളിറ്റീസും ഉണ്ടച്ചാ. അവനുമായി എന്റെ കല്യാണം നടത്ത. ഉമാപതിയോട് ഞാൻ സംസാരിക്കാം. നിങ്ങളുടെ മാരേജ് ഫിക്സ്.